അക്ഷ ആർട്സിന്റെ ഈ വർഷത്തെ മൂന്നാമതായി നടത്തുന്ന മനോഹരമായൊരു സംഗീത നിശയിലേക്കാണ്. നമ്മുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് സംഗീതത്തിന്റെ അദൃശ്യ ബീജുകൾ സൃഷ്ടിച്ചെടുത്ത് കോരിത്തരിപ്പിക്കുമാറ് ഉൾപ്പുളകം കൊള്ളിക്കുവാനായി മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തിക്കാനായി നമ്മുടെ അടുത്തു നിന്നും ഓർമ്മകളുടെ അകലങ്ങളിലേക്ക് അകന്ന പ്രിയപ്പെട്ട സംഗീതത്രയങ്ങൾ ഒരുക്കിയ വർഷങ്ങളായി ഒരേ പാട്ടിലൂടെ ഇന്നും ആ പാട്ടോർമ്മകളെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മനോഹരമായ ഒരു സംഗീത സായാഹ്നമാണ് അക്ഷ ആർട്സ് ഒരുക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ട ആ മനോഹരമായൊരു കാലഘട്ടം 60കളിൽ തുടങ്ങി 70കളിലൂടെ 80കളിലൂടെ 90, 2000 വരെയുള്ളൊരു കാലഘട്ടം. നാമെല്ലാം എന്നും ഏറെ ഇഷ്ടത്തോടെ ഓർക്കുന്ന കുറെ നല്ല പാട്ടുകൾ. ഇന്നും ഇവിടെ ഇരിക്കുന്ന പലർക്കും നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളില് പാട്ടിൻ്റെതായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ പ്രേമിക്കാൻ പഠിച്ചത് പോലും അന്നത്തെ കാലത്തെ പാട്ടുകളിലെ ആയിരിക്കാം. ശീതളയ്ക്ക് അധികം ചിരിക്കണ്ട, എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോ ആ ഒരു കാലഘട്ടം അത്രയും മനോഹരമായ ലളിത മനോഹര പദഭംഗികളാൽ മലയാളത്തിന്റെ അക്ഷരവിശുദ്ധിയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ. ഏറെ വൈകിയെങ്കിലും ഇപ്പോഴും കുറച്ചു പേരെല്ലാം ഇന്നും ആ പാട്ടുകളെ, അല്ലേ മനീഷ് സാറേ, വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇടയ്ക്ക് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ആ നമ്മുടെ ഓഫീസിൽ നിന്ന് വിട്ട് ആ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു മൂഡ്, അല്ലേ? പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ നമുക്കറിയാം, ഒരു 30+ സാജൻ, അല്ലേ? ഒരു 30+ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് സത്യത്തിൽ ഇന്നത്തെ സംഗീത ദിശ ആസ്വദിക്കാൻ പറ്റുള്ളൂ. 2000-ന് ശേഷം വന്നിട്ടുള്ള കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ ദഹിക്കില്ല. കാരണം അവരുടെ കാലഘട്ടം മാറിക്കഴിഞ്ഞു, അല്ലേ? അവർക്ക് എന്ത് വേണം എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം അത്തരം പാട്ടുകളാണ് അവർക്ക് ആസ്വദിക്കുന്നത്. അതിന്ന് വിട്ട് നമ്മുടേതായിട്ടുള്ള നല്ല കാലം, നമ്മുടെ ബാല്യം, നമ്മുടെ കൗമാരം, നമ്മുടെ യൗവനം, അതെല്ലാം കടന്നു വന്ന് ഇന്നും നമ്മൾ ആ കാലഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ള കുറെ നല്ല പാട്ടുകൾ, ആ പാട്ടുകളിലൂടെയാണ് നമ്മുടെ ജൈത്രയാത്ര തുടരുന്നത്. വയനാടിന്റെ ആ 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ONVയുടെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഇന്നിന്റെ ഈ നിശ രാത്രി ഒരു 11:30, 11:45, 12 വരെ ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആ വന്ന ആൾക്കാരെല്ലാം ഈ ഒരു പാട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു നാട്യങ്ങളുടെ പാട്ടുവഴികളിലൂടെ പോകാനായിട്ടാണ് നാം എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിറഞ്ഞ സന്ധ്യയിലൂടെ നാം പോവുകയാണ് ഇനിയുള്ള രാവിലേക്ക്. അതുകൊണ്ട് തന്നെ സന്ധ്യയെ കണ്ണീരിലെന്റെ എന്ന ഗാനവുമായി നമ്മുടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടുകാരി, ഒപ്പം നല്ലൊരു നർത്തകി, അതിലുപരി സ്വന്തമായൊരു ചാനലെല്ലാം തുടങ്ങി ഇന്ന് UAEയിൽ അറിയപ്പെടുന്ന രീതിയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രേഖയെ ഏറെ സ്നേഹത്തോടെ ഏറെ ഇഷ്ടത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കണ്ണീ
രേഖ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഇപ്പൊ ജസ്റ്റ് പരിചയപ്പെട്ടേ ഉള്ളൂ. അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. 2 ദിവസം മുന്നേ വലിയൊരു പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ശ്രീ CH മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി. പക്ഷെ ആള് പാടാൻ പോകുന്നത് അനശ്വരനായ മറ്റൊരു ഗായകന്റെയാണ്, ശ്രീ മുഹമ്മദ് റാഫിയുടെയാണ്. യേ ദുനിയ യേ മഹ്ഫിൽ. ആ പാട്ടിനായി ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ CH അബ്ദുള്ള സാറിനെ. അബ്ദുള്ള ഫ്രം കാഞ്ഞങ്ങാട്. ഒരു കയ്യടിയാവോ അല്ലേ? ഹൃദയം നിറഞ്ഞ ആദരവ് അർപ്പിക്കുകയാണ്. യശസ്വരനായ മുഹമ്മദ് റഫി ആലപിച്ച യേ ദുനിയ മഹ്ഫിൽ എന്ന ഗാനമാണ് പാടുന്നത്. ये दुनिया ये महफिल मेरे काम की नहीं, मेरे काम की नहीं. ये दुनिया ये महफिल मेरे काम की नहीं, मेरे काम की नहीं. ये दुनिया ये महफिल मेरे काम की नहीं, मेरे काम की नहीं. ये दुनिया ये महफिल मेरे काम की नहीं, मेरे काम की नहीं. किसी को सुना दिले दे हरार का बुझता हुआ जरा तू अपने बाजार का. ये ताश भूल जाऊं मगर भूलता नहीं, किस तुम से उड़ागा जनाजा बहार का. ये दुनिया ये दिल मेरे काम की नहीं, मेरे काम की नहीं. खुदा की दिले तला मुझको बस की जन्नत मेरे दिलदार की मिले. दुनिया ये महल मेरे काम की नहीं, मेरे काम की नहीं.
सेहरा में आके भी मुझको ठिकाना ना मिला, हमको बुलाने का कोई बहाना ना मिला। दिल तर से इसमें प्यार को क्या समझो उस संसार को, एक तेरी बाजी हार के मैं ढूंढूं बिछड़े यार को। मेरे काम की नहीं, मेरे काम की नहीं। എങ്ങനെയുണ്ടായത് നിങ്ങൾ കൈയടിച്ചപ്പോൾ മനസ്സിലായില്ലേ? അദ്ദേഹം ചോദിച്ചതാണ് അല്ലേ? യേ ദുനിയ യേ മഹ്ഫിൽ മേരി കാം കി നഹി ആപ്കി കാം കി ഹേ. ഇതാണ് ശരിക്കുള്ളത് അല്ലേ? ഇവിടെ വന്ന് ഈ വേദിയിൽ വന്നിട്ട് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ആദ്യമേ പറഞ്ഞിരുന്നു, ഓൾഡ് ഈസ് ഗോൾഡ്. ഇതന്നെ എന്നും നിലനിൽക്കുന്നുണ്ടോ അല്ലേ മനീഷ് സാറേ? ഈ ഒരു പാട്ടിന്റെ സുഖം ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി അത് വളരെ വലുതാണ്. എന്തായാലും ഈ ഒരു വേദിയിൽ വന്നിട്ട് ഇത്രയും മനോഹരമായി പാടുന്നില്ലേ? കരയൊന്നും വേണ്ട, എന്നെ കരയിപ്പിക്കല്ലേ. ഇനി അടുത്തേക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എന്തായാലും അദ്ദേഹം മനോഹരമായിട്ട് പാടി. ഇപ്പോഴും പറഞ്ഞ് ഇതിനേക്കാൾ നല്ലത് വേറൊന്നും കൂടി എൻ്റെ കയ്യിലെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും അടുത്ത വേദിയിൽ നമുക്ക് പാടിക്കാനൊരു അവസരം കൊടുക്കാം. താങ്ക് യു. നമ്മുടെ സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഷെയ്ക്ക് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹം വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പാട്ടിനായി ക്ഷണിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പാടുന്ന നമ്മുടെ പ്രിയ ഗായിക ജ്യോതി മേനോൻ. പഴയ പാട്ടുകളുടെ മനോഹാരിത, ആ ശബ്ദ മികവിൽ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ മധുരിമയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാനായിട്ട് സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അനശ്വരതയുടെ തിരുനടയിൽ നിന്നും അപാരതയുടെ കാവ്യചഷകവുമായി ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട കവി, ത്രയാക്ഷരത്താൽ നാം എന്നും ഓർക്കുന്ന പ്രിയപ്പെട്ട കവി, ശ്രേഷ്ഠ കവി ശ്രീ ONV സാറിന്റെ വരികൾക്ക് മനോഹരമായ ഈണം നൽകി അതിനെ പാടി മധുരമാക്കിയ ആ ഗാനത്തെ സൗരയൂഥ പദത്തിൽ എന്നാണെന്ന് തോന്നുന്നു ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ജ്യോതി മേനോൻ. സൗഗന്ധികമാണേ
മുൻപ് മലയാളക്കര ഭദ്രദീപം കൊളുത്തി വരവേറ്റത് ഗാനങ്ങളുടെ കല്ലോലിനിയായി മാറിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജാനകിയമ്മയായിരുന്നു. ജാനകിയമ്മ പാടി മനോഹരമാക്കിയ മഴവിൽ കുളിക്കാവടി എന്ന ഗാനത്തിന് ശബ്ദമേകുന്നതിനായി ക്ഷണിക്കുകയാണ് ഐഡിയ സ്റ്റാർ സിംഗിന്റെ പ്രസിദ്ധ ഗായികയായ പ്രിയപ്പെട്ട നിമ്മിയെ. നല്ലൊരു കയ്യടി കൂടി ആയിക്കോട്ടെ. എന്തായാലും ഇന്നത്തെ ഓർക്കസ്ട്രയ്ക്ക് നിമ്മയ്ക്ക് പാടാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാഷിന്റെ മുന്നിൽ വെച്ച് നിമ്മയുടെ ആ ശബ്ദമാധുര്യം മാഷ്ക്കും കൂടി ഇന്ന് ഗ്രഹിക്കാനുള്ള ഒരു അവസരമാണ്. ജലവിധാറിന്റെ തന്ത്രികൾ ഈണമുതിർക്കുന്ന രാഗം ചുരത്തുന്ന പച്ചിളം തണ്ടുകളിൽ ദേവസ്പർശം കൊള്ളുന്ന സംഗീത പ്രാണനും നടനം രൂപവുമായ ഇന്നിന്റെ ഈ നിശയിലേക്ക് മറ്റൊരു ഗാനത്തിനായി ക്ഷണിക്കുകയാണ്. ഇവിടെ യുഎയിൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കുട്ടിയായ വൈകയെ ശ്രാവണ ചന്ദ്രിക എന്ന ഗാനവുമായി എത്തുകയാണ്. നല്ലൊരു കയ്യടി കൂടിയാണ്.
ഗൃഹാതുരത്വം നിറഞ്ഞ ഒരുപാട് ഓർമ്മകളിലേക്ക് നിങ്ങളെ ഏവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു യാത്രയാണ്. ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ നമ്മൾ എപ്പോഴോ പൂമുഖപ്പടിയിൽ നിന്നെല്ലാം കേട്ട് പരിചയിച്ച ആസ്വദിച്ച ഒരു പിടി നല്ല ഗാനങ്ങളുമായി സ്മൃതിഗീതങ്ങൾ നമ്മളിവിടെ സമാരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി സ്മൃതിഗീതങ്ങൾ എന്ന ഈ ഒരു ആശയം നമുക്കായി നൽകി പ്രാവർത്തികമാക്കി ഇന്ന് അതിനെ വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് ഏറ്റുവാങ്ങുന്ന നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അക്ഷ ആർട്സിന്റെ ഡയറക്ടർ, ഫൗണ്ടർ, സ്മൃതിഗീതത്തിന്റെ ഡയറക്ടർ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ അജിത് കുമാർ. നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന അടുത്ത ഒരുപാട് മണിക്കൂറുകളിലെ നല്ല ഗാനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ ഒരു സന്ധ്യയ്ക്ക് വേണ്ടി ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇന്ന് ഈ നിറഞ്ഞ വേദിയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും നിഭാതരനായ ശ്രീ വിദ്യാരൻ മാഷ്, എൻ്റെ തൃശ്ശൂരിൻ്റെ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജയരാജ് വാര്യർ, നമ്മുടെ പ്രിയപ്പെട്ട അൽമസൂക്കി സാബ്, സോൺ റോയ് സാബ്, പ്രദീപ് ജി, അങ്ങനെ ഇപ്പുറത്ത് മനീഷ് സാർ, പ്രസാദ് സാർ, ബിജു സാർ, ഷിനോയ് ഭായ് തുടങ്ങിയവരെല്ലാം, പ്രിയപ്പെട്ട ഗായിക, അക്ഷര നക്ഷത്രങ്ങൾ
അതിലൂടെ നാം അറിയുന്ന പ്രിയപ്പെട്ട ONV സാറിന്റെ ചെറുമകൾ അപർണ രാജീവ്, എല്ലാവരും ഇരിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു സദസ്സിന് മുന്നിൽ അക്ഷാഴ്സിന്റെ ഇന്നിന്റെ ഈ ത്രിസന്ധ്യ നിശിദ്ധിനിയിലേക്ക് വഴിമാറുന്ന ആ നല്ലൊരു അവസ്ഥ അതിലേക്കായി ക്ഷണിക്കുകയാണ്. ഇനിയുള്ള ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുന്നോടിയായി നമുക്ക് ഒഫീഷ്യലായിട്ട് എപ്പോഴും നമുക്കൊരു ഇനോഗ്രൽ മീറ്റ് ഉണ്ടാവും. ഒഫീഷ്യൽ ഇനോഗ്രേഷന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായി ഒരുപാട് മഹാരഥന്മാരുണ്ട്. അതിലൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ ക്ഷണിക്കുവാൻ പോകുന്നത്. Let me welcome His Excellency Mohammed bin Abdullah Al Masuki, the chairman of Al Masuki Group, the private consultant of His Highness Sheikh Hamdan bin Saeed bin Tamnoon Al Nahyan of the member of Royal Family Abu Dhabi. He is a private consultant of His Highness Sheikh Ahmed bin Faisal Al Kazmi, the member of Royal Family of Sharjah and Ras Al Khaimah. From the Al Masuki family, the most influential and the most respectful Emirati family is known for their strong heritage. His Excellency Mohammed bin Abdullah Al Masuki. പുഷ്പാലങ്കൃതമായ ബൊക്കെ നൽകുന്ന ക്ഷണികയാണ് റാണി ലക്ഷ്മി. Let me welcome the President of Indian Association of Sharjah, Mr. Nizar Talangara. ഏതൊരു വേദിയിലും നമ്മൾ നോക്കിയാൽ തുടക്കം മുതൽ തന്നെ ഏറെ ആസ്വാദനത്തോടെ നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന മിസ്റ്റർ നിസാർ തലങ്കര. Let me welcome him with a big round of applause. വീണ്ടും റാണി ലക്ഷ്മിക്ക് തന്നെയാണ് ആ ഭാഗ്യം വന്നിട്ടുള്ളത്. Now let me welcome with heartfelt thanks to the Secretary of Indian Association, Mr. Sri Prakash. Thank you so much. അദ്ദേഹം വന്നിട്ടായിരിക്കില്ല. ക്ഷണിക്കാൻ പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് നെന്മാറ, The Vice President of Indian Association of Sharjah, Mr. Pradeep Nanmara. നമുക്കിപ്പോൾ ഇന്ന് ചേർന്നതിനും തിരക്കുള്ള സമയത്ത് പോലും അല്പനിമിഷം നമുക്കായി നൽകിയതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്കൊരു ചെറിയ AV കൂടെ പ്ലേ ചെയ്യുന്നതുണ്ട്. He is none other than Mr. Sohan Roy. തീർച്ചയായിട്ടും അഭിമാനത്തോടെ ക്ഷണിക്കുകയാണ്. കാരണം ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ആ കവിതകളിലൂടെ നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിന്റെ വരികൾ ഭാവനവറ്റാതുലികത്തുമ്പിനാൽ ഭക്തിയും യുക്തിയും മുഗ്ധ പ്രണയവും ഭാഗിച്ചു വിപ്ലവം ചാർത്താതെ ചാലിച്ചു ഭാവിയം പാടേണ്ട ഗാനങ്ങളേകി നീ. സാറിന് നല്ലൊരു കയ്യോടുകൂടി ഇങ്ങോട്ട് വെൽക്കം ചെയ്യാം. മനോഹരമായ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് നമുക്കായി ഇവിടെ നൽകിയ സമയത്തിനും ഒന്ന് ചേർന്ന് നമുക്ക് വെൽക്കം ചെയ്യാം മിസ്റ്റർ സോഹൻ റോയ്. വേദികളിലും എല്ലാം നമ്മൾ കണ്ടു പരിചയിച്ച ഒരു മുഖം. സ്വാഗതം ചെയ്യാം മിസ്റ്റർ ജയരാജ് വാര്യർ. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കാണുന്ന ഒരു വ്യത്യസ്തതയുണ്ട് അല്ലേ? വിദ്യാരമാഷ അവിടെ ഇരിക്കുന്നുണ്ട്, ജയരാജ് വാര്യരുടെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഇനിയുള്ള പ്രോഗ്രാമിന്റെ മറ്റുള്ള ചടങ്ങുകളിലേക്ക് വാക്കിന്റെ അതിസാമർഥ്യം കാണിച്ചുകൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട തൃശ്ശൂർക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. വിദ്യാരമാഷെ വിളിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മൈക്കൊന്ന് കൈമാറാണ്. താങ്ക് യു. വളരെ സന്തോഷം. ഈ പ്രഗത്ഭരുടെ ഒരു വലിയ നിരയാണ് വേദിയിൽ നിൽക്കുന്നത്. ഈ വേദിയിലേക്ക് അതിനേക്കാൾ പ്രകാശനം വരുത്താൻ വേണ്ടിയാണ് കൽപ്പാന്തകാലത്തോളം നിലനിൽക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളൊക്കെയും പങ്കുവെച്ച ആറാട്ടുപുഴ ഗ്രാമത്തിൻ്റെ പുത്രൻ, ഒരേ സമയം സംഗീത സംവിധായകനായും ഗായകനായും മലയാളത്തിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഏറ്റവും തിരക്കോടുകൂടി നിൽക്കുന്ന സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാസ്റ്റർ. വിദ്യാധരൻ മാഷെ സംഗീത സംവിധായകൻ എന്ന നിലയിലല്ല പുതിയ തലമുറ അറിയുന്നത്.
പുതിയ സിനിമകളിലെ ഗായകൻ എന്ന രീതിയിലാണ്. തൻ്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത് 60കളുടെ ആദ്യത്തിലാണ്. ഗായകനാവാൻ വേണ്ടി സിനിമയിൽ വന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗായകനാകാനുള്ള ആ യാത്രയിൽ സംഗീത സംവിധായകനായി. പക്ഷേ അദ്ദേഹം ആദ്യം പാടിയത് ദേവരാജ മാസ്റ്ററുടെ സംഗീതത്തിലാണ്. അങ്ങനെ വീണ്ടും അദ്ദേഹം ഗായകനായി പുതിയ തലമുറയുടെ മുമ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗായകൻ. മാസ്റ്ററുടെ പ്രായത്തെ ഞാൻ തിരിച്ചിടുമ്പോൾ മാസ്റ്ററുടെ ശബ്ദത്തിന് ആ വയസ്സാണ് 18 വയസ്സ്. ഇന്നത്തെ ചെറുപ്പക്കാർ മുഴുവൻ ആകർഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് കഴിഞ്ഞ വർഷത്തെ 2023 മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയ നമുക്ക് ഇന്നും സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെ, ഭക്തിഗാനങ്ങളിലൂടെ, ലളിതഗാനങ്ങളിലൂടെ ഇന്നും 18കാരനെ പോലെ നമ്മോടൊപ്പം പാട്ടിൻ്റെ ലോകത്തേക്ക് പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുന്ന സീനിയർ സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ ആദരപൂർവ്വം ബഹുമാനപ്പെടുത്തി പ്രൗഢസുന്ദരമായ സ്മൃതിഗീതങ്ങളുടെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്കായി നൽകിയ ആ ഒരു സംഗീതം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രിയപ്പെട്ട ഗായിക. അജിത്തേട്ടൻ പറഞ്ഞതുപോലെ ശ്രീ ONV കുറുപ്പിന്റെ കൊച്ചുമകളായി നമ്മൾ അറിയപ്പെട്ട അപർണ രാജി. നല്ലൊരു പ്ലേബാക്ക് സിംഗർ, ഗസൽ സിംഗർ മാത്രമല്ല 2009-2021 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് വിന്നർ, 2021 GC ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം അവാർഡ് വിന്നർ, കേരള സാഹിത്യ നാടക അക്കാദമി അവാർഡ് വിന്നർ, വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ് വിന്നർ, കലാകേന്ദ്ര അവാർഡ്. ഇവയ്ക്കെല്ലാം ഈ ഒരു ഗായികയാണ് അതിനെല്ലാം മുൻതൂക്കം നൽകിയത്. ആൻഡ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ശ്രീ അപർണ രാജൻ. ഇനി അങ്ങോട്ടേക്ക് മധുരതരമായ ഒരുപാട് ഗാനങ്ങൾ നമുക്കൊപ്പം ചേരാനുണ്ട് അപർണയുടെ ശബ്ദത്തിൽ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മിസ്റ്റർ രാജ്മോഹൻ. മറ്റൊരു ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം. പ്ലേബാക്ക് സിംഗർ മിസ്റ്റർ രാജ്മോഹൻ. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു കൊച്ചുമിടുക്കിയാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ ശ്രീലക്ഷ്മി. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ ഈ കൊച്ചു ഗായികയെ, കൊച്ചുമിടുക്കിയെ നമുക്കൊന്നിച്ച് സ്വാഗതം ചെയ്യാം. ചേർന്ന് ഇന്ന് സ്മൃതിഗീതങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് എത്താൻ നമ്മെ സഹായിച്ച നമ്മളോടൊപ്പം ചേർന്ന നമ്മുടെ സ്പോൺസർ Dr. Manikantan Mero, the founder, chairman and managing director of GMARK Group of Companies. From the GMARK Group of Companies, we are so thankful to him for joining us. അടുത്തതായി സ്വാഗതം ചെയ്യുകയാണ് അഡ്വക്കേറ്റ് സുധീർ കക്കാട്ടിൽ, the honorary trade commercial for UAE, the legal manager of Rashid Al Jad Advocates. ഈ പ്രവാസികളിൽ ഒരുവൻ എന്നീ രചനകളുടെ എല്ലാം കർത്താവും chairman and managing director of Moolans Exports India. Let's welcome Dr. Varghese Moolan.
സ്വാഗതം ചെയ്യുന്നത് ചീഫ് പേട്രൺ മിസ്റ്റർ പ്രസാദ് കുമാർ. Extending the thanks to the support of NTV Director Mr. Mathukutti Kedon, the media partner. Extending heartfelt thanks and welcoming the renowned face from ACAF Mr. V.S. Bijukumar. വേദിയിൽ നിൽക്കുന്ന ഈ മഹത് വ്യക്തികൾക്കെല്ലാം നമുക്ക് നല്ലൊരു കൈയടി തന്നെ കൊടുക്കാം. ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്നത്തെ ഈ ഒരു സായാഹ്നം സ്മൃതി ഗീതങ്ങൾ ഇവിടെ അത്രയേറെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മനീഷ് സാർ, അദ്ദേഹമാണ് നമ്മളുടെ ടൈറ്റിൽ സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. presented by Empire State Group and Choice Group of Companies, powered by Aris Group of Companies. ഇവിടെ ആരംഭിക്കുകയാണ് നമ്മൾ നല്ലൊരു ചടങ്ങിലൂടെ. മറ്റൊരു പ്രമുഖ വ്യക്തിയെ കൂടി ക്ഷണിക്കുകയാണ്. ശ്രീ ഷിനോയ്, ജോയ് ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. ഇദ്ദേഹവും നമ്മുടെ മറ്റൊരു ടൈറ്റിൽ സ്പോൺസറാണ്. അതെ, നേരത്തെ ചേർത്ത് പറഞ്ഞിരുന്നു. എംപയർ സ്റ്റേറ്റ് ഗ്രൂപ്പും ജോയ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ചേർന്നാണ് ഇന്ന് ഈ സ്മൃതി ഗീതങ്ങൾ നമുക്കായി ഇവിടെ നൽകിയത്. നാം ഇനി പോകുന്നത് ദീപപ്രോജ്വലനത്തിലേക്കാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇന്നിന്റെ ഇനിയുള്ള രാത്രി മനോഹരമാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ സംഗീത നിശയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ആ ചടങ്ങിലേക്ക്. സ്മൃതിഗീതങ്ങൾ എന്ന ഈ ഒരു സായാഹ്ന സന്ധ്യയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം അറിയിച്ചുകൊണ്ട് നമുക്ക് ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് കടക്കാം. വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവരിൽ നിന്നെല്ലാം ഒരു 2 വാക്ക് ശ്രവിക്കണമെന്നുള്ളത്. സോ നമുക്ക് ഒരു ആശംസാ പ്രസംഗം 2 വാക്കിൽ ഒതുക്കി എല്ലാവരിൽ നിന്നും സമയം കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ്. So let me request Zainab Sheikh, please, just 2 words if you can extend the thanks to everyone. It's a privilege for me to be here tonight. I'm so happy to be between your community, a nice community of Malaybari people, Malayalams. I really have a big love for you people. You are a part of
our culture and our people. We believe that India is a part of UAE and UAE is a part of India. There is no difference between us, inshallah. Thank you. I appreciate it. And it's an honor for me to be here. Thank you very much. Thank you so much, sir. And let me request Mr. Nizar. വിദ്യാധര മാഷിൻ്റെ വേദിയാണ്, സംഗീതത്തിൻ്റെ വേദിയാണ്. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ 2 പേരുടെ, നമ്മുടെ മുമ്പ് ജയരാജൻ സാർ മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഒരുപാട് പേരോടെ വിളിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വേദിയിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഷാദി അസോസിയേഷൻ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. സാർ, ഞങ്ങൾ 16,500 കുട്ടികൾ പഠിക്കുന്ന 2 സ്കൂൾ നടത്തുന്നുണ്ട്. 80 കുട്ടികൾ സ്പെഷ്യൽ നീഡിൻ്റെ കുട്ടികളുടെ സ്കൂൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമാണ് ഷാദി അസോസിയേഷൻ. എൻ്റെ തൊട്ടപ്പുറത്താണ് ഓഫീസ്. എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഒന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയാൽ നെക്സ്റ്റ് ടൈം വന്നാൽ ഒന്ന് അപ്പം വരണം എന്ന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം വി ഹാവ് ടുഡേ മിസ്റ്റർ മസൂക്കി ഈസ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം UAE citizen, UAE local authority. So the relationship between these 2 countries are tremendous, beautiful, love and affectionate. We don't have any mindset of, I was surprising why Indians, it's the 2nd largest Indian expatriates after Saudi. The reason being, we all love UAE. We all love UAE. I was telling other day, the new challenge for the Indians now, our 2nd generation, like Swan Roy is here. I know Swan Roy is Roy's daughter. I don't think she wants to come back, like my daughter. My daughters, they don't want to go back UAE. They said they are very happy here, they want to stay here, they want to settle here, they want to have a life here. The reason being because of the comfort, because of the peace, because of the freedom which they are enjoying in this part of the world, and they are tremendous. That's the reason. So we all pray to God, the love and affection of India and UAE grow further and will flourish further, and we'll have inshallah a beautiful life in further. Thank you very much. Thank you, sir. And moving the mic to You tell me. Pradiveda. എല്ലാവർക്കും നമസ്കാരം. അക്ഷയ ആർട്സ് അജിത്ത് കലാകാരന്മാർക്ക് വേണ്ടി ഒരുപാട് വേദികൾ സൃഷ്ടിക്കുന്ന ആളാണ്. ഒരുപാട് കലാകാരന്മാരെ ഇവിടെ ഇത് കൊണ്ടുവരുന്ന ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെ ഇത് 2ാമത്തെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന് ഇത്തവണ മഹാത്മാഗാന്ധി കൾച്ചറൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സഹകരിച്ച് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവർക്കും, അതുപോലെ എനിക്ക് പറയാനുള്ളത്, പ്രസിഡന്റ് പറഞ്ഞു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒക്ടോബർ 2-ന് വിദ്യാരംഭം ദിവസം ഇവിടെ ഷിബു ചക്രവർത്തി വരുന്നുണ്ട്, എഴുത്തിനിരുന്ന് ചടങ്ങ് നടത്തുന്നുണ്ട്. അതിനെല്ലാവരും സഹകരിക്കണം. അതുപോലെ ഗാന്ധി ജയന്തിയുടെ ദിവസം വൈകുന്നേരം ഗാനസന്ധ്യയുമുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഓണം വരാൻ പോകുന്ന ഒക്ടോബർ 10-ന്. ഗാന്ധി ജയന്തിയുടെ ആഘോഷം ഒക്ടോബർ 2-ാം തീയതി വൈകുന്നേരം കോൺഫറൻസ് ഹാളിലുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഒക്ടോബർ 19-ാം തീയതിയാണ്. അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതിഗംഭീരമാക്കി വിജയിപ്പിക്കണമെന്ന് അക്ഷയ ആർട്സിൻ്റെ എല്ലാ പ്രോഗ്രാമിനും അജിത്തിൻ്റെ ടീമുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയുള്ള വേദികൾ ഇന്ന് വൈകുന്നേരം രാത്രി 11 മണിയുടെ ഗാനസന്ധ്യ നടക്കാൻ പോകുന്നത് ഒരു ഇല്ല ടൈം ലിമിറ്റ്. അജിത്തേടെ റിക്വസ്റ്റ് ചെയ്ത് ടൈം എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വേദികൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇപ്പോൾ ഈ ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ഗാനസന്ധികൾ നടന്നിട്ട് അജിത്തിന്റെ നേരത്തിൽ ഇനിയും വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു പ്രതിഭേട. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നടക്കുന്ന പരിപാടി വളരെ ഗംഭീരമായി വിജയിക്കട്ടെ, എല്ലാവരും സഹകരണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി വളരെ നല്ല രീതിയിൽ നടത്താൻ അവർക്ക് സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം തോന്നുന്നു നമ്മുടെ വിദ്യാധരൻ മാഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. മാഷ് ഇവിടെ വന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി എല്ലാവരും നമുക്ക് താഴേക്ക് ഇറക്കാം. അടുത്തതായി നമ്മൾ മൊമറ്റോയിലേക്കാണ് കടക്കുന്നത്. റിക്വസ്റ്റിംഗ്
Mr. Nizar Talangara and Mr. Pradeep to remain on the stage and to hand over this memento to His Excellency Muhammad bin Abdullah Al Masuki. We are so thankful to his presence. Vidyadhara Master, Sri Jayaraj Vairya, Indian Association President Mr. Nizar Talangara, Vice President Pradeep ചേർന്നാണ് ഈ ഒരു മൊമെന്റോ നൽകുന്നത് for His Excellency Muhammad bin Abdullah Al Masuki. Thank you so much for being here with us. Thank you for all the support. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയങ്കരനായ അവതാരകൻ. ഞാനെല്ലാം അവതാരകന്റെ ആ ഒരു വഴിയിലേക്ക് വന്നത് പോലും എൻ്റെ നാടിന്റെ അഭിമാനമായ തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായ ശ്രീ ജയരാജ് വാര്യരുടെ ശബ്ദ മികവും അതിനനുസരിച്ചുള്ള തനിമയാർന്ന മധുരമയാർന്ന ഭാവവും ഉൾക്കൊണ്ടുള്ള ശബ്ദവിന്യാസങ്ങളും. വളരെ സന്തോഷമുണ്ട് ഇന്നിന്റെ കുറച്ച് നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കേൾക്കാനും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനും ഒപ്പം ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ മുന്നിൽ നിന്ന് അവതാരക ശൈലി ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കാനുണ്ട്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന ശ്രീ ജയരാജ് വാര്യർ ശരിക്കും എന്നെ പോലുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അവതരണ കലയ്ക്ക് ഏറ്റവും മുൻതൂക്കം നൽകി ദ ഫസ്റ്റ് എവർ ആങ്കർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു അല്പസമയം വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യമായി ഞാൻ കണക്കാക്കപ്പെടുന്നു. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കയ്യടിയോട് കൂടിയും ജയരാജ് വാര്യർ. ശ്രീ ജയരാജ് വാര്യർ. അജിത് തോപ്പിലും സുജിതയ്ക്കും സ്നേഹപൂർവ്വം നമസ്കാരം. സദസ്സിന്റെ മുന്നിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അക്ഷരാർത്ഥ അവതരിപ്പിക്കുന്ന സ്മൃതിഗീതങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും പാട്ടിന്റെ ലോകത്തേക്ക്, ആസ്വാദന ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. പാട്ടുപോലെ ഇത്രയും ജനകീയമായ ഒരു ആവിഷ്കാര രൂപം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. നാം കണ്ട ചലച്ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയെങ്കിലും പാട്ടുകൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള കാരണം എന്താണ്? പാട്ടുകൾ നമ്മൾ ഓരോ പ്രായത്തോടും ചേർത്ത് വയ്ക്കുകയാണ്. നമുക്ക് ഓർമ്മ വെച്ച നാളുകളിൽ കേട്ടൊരു പാട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഗീതമാണ്. ഒരാൾ കേട്ട ആദ്യത്തെ പാട്ടാണ് അയാളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്നൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ഓരോ പ്രായത്തിലും ഓരോ പാട്ട്. അത് പറയാൻ കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഒരാളോട് പറഞ്ഞ ദിവസം ഒരു പാട്ടുണ്ട്. എനിക്ക് നിന്നെ കാണുകയേ വേണ്ട എന്ന് മറുപടി കിട്ടിയ ദിവസം ഒരു പാട്ടുണ്ട്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് മണി കിട്ടിയ ദിവസം ഒരു പാട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ദിവസവും ഒരു പാട്ടുണ്ട്. പ്രകൃതി ദൃശ്യങ്ങൾ കണ്ട സമയത്ത് ഒരു പാട്ടുണ്ട്. നാം മറക്കാതെ പോയ അനുഭവങ്ങളുടെ സുഗന്ധങ്ങൾ പേറിക്കൊണ്ടും പാട്ടുകൾ നമ്മോടൊപ്പമുണ്ട്. ഓരോ പാട്ട് കേട്ടാലും ഓരോ സുഗന്ധമാണ്. കേരളത്തിൽ മലയാളക്കരയിൽ അങ്ങോളം ഇങ്ങോട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ പാട്ടുകൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മളെ ഓർമ്മകളിലേക്ക് തിരിച്ചു വിടും. ഓർമ്മകളുടെ ഒരു വൻകരയിലേക്കുള്ള തിരിച്ചു യാത്രയാണ് ഓരോ പാട്ടുകളും. ONV സാറും വയലാർ സാറും ദേവരാജൻ മാസ്റ്ററും ഒരുക്കിയ പാട്ടുകളില്ലെങ്കിൽ ഞാനൊന്നും വളരുമായിരുന്നില്ല. നമ്മുടെയൊക്കെ കൊച്ചു ബാല്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ഓർമ്മയിൽ കയറിയിരുന്ന പാട്ടുകളാണ് ഓരോന്നും. മധുരിക്കുന്ന ഓർമ്മകളാണ്. ഇപ്പോഴും ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കാൻ കാരണം ഈ ഒരു പാട്ടുകളാണ്. ഈ പാട്ടുകൾ കേട്ടിട്ടാണ് നമ്മൾ സാഹിത്യം തേടിപ്പോയത്, വാക്കുകളുടെ അർത്ഥം തേടിപ്പോയത്. അതോടൊപ്പം തന്നെ നമ്മളിൽ സ്നേഹമുണ്ടായത്, സഹജീവി സ്നേഹമുണ്ടായത്, നമ്മളിൽ പല ആശയങ്ങളും മുളപൊട്ടിയത് ഈ പാട്ടുകളിലൂടെയാണ്. അത്തരം പാട്ടുകൾ തീർത്ത രണ്ട് കവികളും ഗാനരചയിതാക്കളുമായ രണ്ട് ഗുരുനാഥന്മാരെയും അവരുടെ വാക്കുകളെ ഈണത്തിലാക്കി നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന മികച്ച സംഗീതാനുഭവം സൃഷ്ടിച്ച ഒരു വലിയ സംഗീതകാരനെയും ഇവിടെ ഓർക്കുകയാണ്. ഇന്ന് പരവൂർ ജി ദേവരാജൻ എന്ന പേരിൽ സിനിമയിൽ വന്ന മഹാഗുരുനാഥനായ ദേവരാജൻ മാസ്റ്ററുടെ 98ാം പിറന്നാൾ ദിനമാണ് സെപ്റ്റംബർ 27. ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ഓരോ പാട്ടുകളും നമ്മുടെ സ്വന്തമാണ്. പ്രത്യേകിച്ചും ONV സാറും വയലാറും എഴുതിയ പാട്ടുകൾ നമുക്ക് സൃഷ്ടിച്ചത് പാട്ടിന്റെ കേരളവും പാടുന്ന മലയാളവുമാണ്. പാട്ടിന്റെ കേരളവും പാടുന്ന മലയാളവും നമ്മുടെ സമകാലീന ജീവിതത്തിൽ മാഞ്ഞു പോയെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ, പ്രത്യേകിച്ചും പ്രവാസികളുടെ ഓർമ്മകളിൽ എല്ലായ്പ്പോഴും ഈ പാട്ടുമുണ്ട്. ഈ പാട്ട് ലോകത്തേക്ക് നമുക്ക് ഒന്നിച്ചൊരു യാത്ര പോകാം. പൊന്നരിവാൾ അമ്പളിയിൽ കണ്ടറിയുന്നവരെ എന്ന പാട്ടിൽ തുടങ്ങി ഭൂമിക്കൊരു ചരമഗീതം വരെ അവർ ഒന്നിച്ചുണ്ടായിരുന്നു.
1955 കാലം മാറുന്നു എന്ന സിനിമയിലൂടെ അവർ സിനിമയിൽ വന്നു. 2005 ഭൂമിക്കൊരു ചരമഗീതം. കാലം മാറുകയായിരുന്നു. അവരുടെ കാലത്തിന് ശേഷം ഭൂമിക്ക് ചരമഗീതവുമായിരുന്നു. ONV സാറും ദേവരാജ് മാസ്റ്ററും കൂടി ചേർന്ന് നമുക്ക് നൽകിയ സുന്ദരമായ ഗീതത്തോടെ ആരംഭിക്കാം. തീർച്ചയായും. നീ എത്ര ധന്യ, അതും അദ്ദേഹത്തിന്റെ കവിതയുടെ പേരാണ്. നീ എത്ര ധന്യ എന്ന JC സിനിമയ്ക്ക് വേണ്ടി ONV കുറുപ്പ് സാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ ഈണമിട്ടു. ആദരണീയനായ മഹാഗായകൻ, ആരെന്ത് പറഞ്ഞാലും എന്ത് വിനകൾ ആര് തൊടുത്തു വിട്ടാലും, നായകനായാലും അല്ലെങ്കിൽ പ്രതിനായകനായാലും ഒരിക്കലും ഒരു മലയാളിയും ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലാത്ത മഹാഗായകനാണ് നമ്മുടെ ദാസേട്ടൻ. ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ദാസേട്ടനെ കുറിച്ച് അസഭ്യ വർഷങ്ങൾ കുറിക്കുന്നതിനെതിരെ, അദ്ദേഹത്തെ അപമാനിക്കുന്നതിനെതിരെ പാട്ടുസ്നേഹികൾ പ്രതികരിക്കുന്നു. ONV സാറും ദേവരാജൻ മാസ്റ്ററും ദാസേട്ടൻ നമുക്ക് നൽകിയ നീ എത്ര ധന്യയുടെ ഗാനത്തോടെ തുടങ്ങുന്നു. ആ ഗാനം സ്മൃതിഗീതങ്ങളിൽ ആലപിക്കാൻ വേണ്ടി രാജ്മോഹനെ, മനോഹരമായി പാടുന്ന ഗായകൻ രാജ്മോഹനെ ക്ഷണിക്കുന്നു. അത് നമ്മുടെ ഹൃദയത്തിൽ ചേർന്നിരുന്ന് പാടുന്ന പാട്ടാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. കൂടെയുള്ളവർക്കുണ്ട്, അകന്നിരിക്കുന്നവർക്കുണ്ട്. ഒരേ വീട്ടിൽ തന്നെ ഒന്നിച്ചിരുന്നിട്ട് അകലെ കഴിയുന്നവരുണ്ട്. നമുക്ക് എല്ലാവരെയും അടുപ്പിക്കാം. അതിനുവേണ്ടി ഈ ഗാനമാലപിക്കാൻ ക്ഷണിച്ചുകൊണ്ട് സ്മൃതി ഗീതങ്ങളുടെ ആദ്യത്തെ ഓർമ്മപ്പാട്ടിലേക്ക് സഹൃദയുടെ ഏറ്റവും സ്നേഹത്തോടെ, അതിലധികം ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരു മാത്രമേ നിലച്ചു പോയി.
പ്രകടിക്കേ ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. ഒരു മാത്രം വെറുതെ നിനച്ചുപോയി. താങ്ക് യു. ഓ ഗ്രേറ്റ്. ഞാൻ ഈ നർത്തകി ഇവിടെ ഇങ്ങനെ നൃത്തച്ചുവടുകൾ വെച്ച് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയെന്ന് എന്തിനീ ചിരങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ എന്നരികിൽ വരില്ലെങ്കിൽ എന്ന ONV സാറിന്റെ വരികളാണ് ഓർത്തു പോയത്. ONV സാറും ദേവരായ മാസ്റ്ററും നമുക്ക് നൽകിയ ഏറ്റവും ഉജ്ജ്വലമായ ഈ പ്രണയ ഗീതത്തിന് ശേഷം അടുത്ത ഗാനം ഹൃദയത്തിൽ രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു പേര് ഞാൻ പറയാൻ പോവുകയാണ്. വയലാർ. എത്ര കൊയ്താലും തീരാത്ത വയലാണ് വയലാർ. എത്ര നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും മലിനപ്പെടാത്ത ആറാണ് വയലാർ. അത് മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രം മാത്രമല്ല, മലയാളിയുടെ ജീവിതത്തിന്റെ ചരിത്രമാണ്. വയലാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മണൽത്തരികൾ വരെ പാടുന്ന ആ ഗ്രാമത്തിൽ നിന്നും പാട്ടിന്റെ അത്ഭുതരോഗവും കവിതയുടെ ഹിമവൽ ശൃംഗവും കീഴടക്കിയ ഏറ്റവും വലിയ കവിയാണ് വയലാർ. വയലാറിന്റെ ആമർമയോളം ജനകീയനായ ഒരു പാട്ടെഴുത്തുകാരൻ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാവുകയില്ല. അതാണ് വയലാർ. കവിതയിൽ അദ്ദേഹം നമുക്ക് നൽകിയ ഏറ്റവും പുതിയ അക്ഷരങ്ങൾ ഇന്നും അതിനേക്കാൾ നവീനത്വം പുലർത്തുകയാണ്. പാട്ടുകളെല്ലാം നമ്മുടെ ഹൃദയത്തിലിരുന്നാണ് പാടുന്നത്. 1969 കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ആദ്യത്തെ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ വർഷത്തെ ഏറ്റവും മികച്ച ഗാനരചയിതാവ് വയലാർ.